ഹലോ, ഇന്നൊരു സ്റ്റഡി വ്ളോഗ് കേട്ടോ. എനിക്കിന്ന് കോഡിങ്ങിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ ഇത്. ഇനി ഞാനൊരു കഥ പറയും, ഒരു ഫുൾ A+ കഥ. എനിക്ക് 10th ഫുൾ A+ ഉണ്ടായിരുന്നു. ഈ 10th കയറുമ്പോഴേ എല്ലാവരും പറയുമല്ലോ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയതെന്ന്. എന്നോടും പറഞ്ഞായിരുന്നു. 10th കയറിയപ്പോഴാണ് എന്നോടൊരാൾ പറഞ്ഞു, നിനക്ക് ഫുൾ A+ ഒന്നും കിട്ടത്തില്ല. ആൾ ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞേ, പക്ഷെ എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് നല്ല വിഷമമായിരുന്നു. എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? അന്ന് എനിക്ക് വാശിയായി ഫുൾ A+ വാങ്ങിക്കണം. നന്നായിട്ടിരുന്ന് പഠിച്ചു. അങ്ങനെ റിസൾട്ടിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഇടയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ 10th റിസൾട്ട് വരുക, പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു ചെറിയ പേടിയുണ്ട്. അങ്ങനെ റിസൾട്ട് പ്രഖ്യാപിച്ചു. 3 മണിയായി. നോക്കുമ്പോൾ 4 മണി 4:30 ആയിട്ട് നമുക്ക് റിസൾട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 4 മണിയായി. രജിസ്റ്റർ നമ്പർ അടിച്ചു, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു, സബ്മിറ്റ് ചെയ്യാൻ പോവാം. ടെൻഷനാ. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞെന്താ നോക്കിയപ്പോൾ എണ്ണി നോക്കുക ഫുൾ A+. പിന്നെയും രജിസ്റ്റർ നമ്പർ അടിച്ചു, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു. സംശയം എനിക്ക്. അങ്ങനെ നോക്കിയപ്പോൾ ഫുൾ A+. പിന്നെ അമ്മ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു, സന്തോഷക്കരച്ചില്ലേ. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയണ്ടേ, എന്തോ വലിയൊരു കാര്യം സാധിച്ച മതി. എൻ്റെ ആ എഫോർട്ടിനൊക്കെ ഒരു ഫലം ഉണ്ടായല്ലോ എന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ കക്ഷി അന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ആളെ ഞാൻ പിന്നെയും കണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പറച്ചിലെന്താ, ഫുൾ A+, അതിനിയും +1 +2 അഡ്മിഷന് വേണ്ടിയിട്ടാ, അല്ലാതൊന്നും പിന്നെ ഒരു കാര്യവും ഇല്ല. ആണ്ട കിടക്കുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അതുകൊണ്ടൊന്നുമല്ല, അത് അസൂയ. അത് തന്നെ.